ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു. സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധിയെ തുടർന്നാണ് നടപടി. ഉത്തരാഖണ്ഡിൽ 9 MLAമാർ കൂറുമാറിയതിനെ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഗവർണർ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഭരണ പ്രതിസന്ധി നേരിടുന്ന ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. അഞ്ജു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന അടിയന്തര കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാൻ തീരുമാനമെടുത്തത്. തുടർന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ കണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കാൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇതിനുശേഷം തീരുമാനിക്കുകയായിരുന്നു. ഗവർണർ കെ പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്നും ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭരണകക്ഷിയായ കോൺഗ്രസിൽ നിന്നും 9 MLAമാർ വിമത ശബ്ദമുയർത്തി BJPക്കൊപ്പം ചേർന്നതോടെയാണ് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്. കൂറുമാറിയ 9 MLAമാരെ സ്പീക്കർ അയോഗ്യരാക്കിയതിനാൽ നാളെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്. അതിനിടെയാണ് വിശ്വാസ വോട്ടെടുപ്പിൽ പിന്തുണയ്ക്കാൻ ഹരീഷ് റാവത്ത് MLAമാർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തത്. ഇതും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. ദൃശ്യങ്ങൾ വ്യാജമല്ലെന്ന് ഗവർണർ നൽകിയ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. പണവും ഭരണസ്വാധീനവും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് ഹരീഷ് റാവത്തും പ്രതികരിച്ചു. അഞ്ജു, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ VM സുധീരൻ പകപോക്കുന്നുവെന്ന് ആരോപിച്ച് ഹൈക്കമാൻഡിന് പരാതി പ്രവാഹം. ഉറച്ച സിറ്റിംഗ് സീറ്റുകളിൽ പോലും ഒന്നിലധികം പേരുകൾ നിർദ്ദേശിച്ച് സുധീരൻ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഹൈക്കമാൻഡിന് കത്തയച്ചു. സുധീരൻ സ്ഥാനാർത്ഥി പട്ടിക ചോർത്തിയെന്ന് AI ഗ്രൂപ്പുകൾ ആരോപണം ഉന്നയിച്ചു. VM സുധീരനെതിരെ സംയുക്തമായി നീങ്ങാൻ AI ഗ്രൂപ്പുകൾ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുധീരനെതിരെ പരാതി പ്രവാഹമുണ്ടായിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മുതൽ സീറ്റ് മോഹികൾ വരെയുള്ളവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കരട് സ്ഥാനാർത്ഥി പട്ടിക മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകി. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും ഒന്നിലധികം പേരുകൾ കൂട്ടിച്ചേർത്ത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇങ്ങനെ പോകുന്നു സുധീരനെതിരായ പരാതിയുടെ ഉള്ളടക്കം. തൃക്കാക്കര മണ്ഡലത്തിൽ ബെന്നി ബെഹന്നാന്റെ പേരിന് പുറമെ PT തോമസിന്റെ പേരും സുധീരൻ നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അടൂർ പ്രകാശ്, K ബാബു, KC ജോസഫ് എന്നിവർക്ക് യാതൊരു കാരണവശാലും സീറ്റ് നൽകരുതെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സുധീരൻ ആവശ്യപ്പെടാൻ പോകുന്നത്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന് സമ്മർദ്ദമുണ്ടാക്കണമെന്ന വാദം A ഗ്രൂപ്പിലെ ചില തീവ്രവാദികൾ ഉയർത്തുന്നുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് പുതിയതായി 4 പേർ വരുന്നത് AI ഗ്രൂപ്പുകളുടെ വിലപേശൽ ശക്തി കൂട്ടുമെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സമിതി അംഗം അജയ് മാക്കൻ എന്നിവരുടെ നിലപാടുകൾ നിർണായകമാകും. 11 അംഗ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും പേരുകളുടെ കാര്യത്തിൽ ധാരണയായില്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാവും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ദില്ലി ചർച്ചയിൽ സുധീരൻ കടുംപിടുത്തം പിടിച്ചാൽ പല മുതിർന്ന നേതാക്കളും പട്ടികയ്ക്ക് പുറത്താവും. ഇത് മുൻകൂട്ടി കണ്ടാണ് സുധീരനെതിരെ പരാതിയുമായി ഗ്രൂപ്പുകൾ രംഗത്തെത്തിയത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP സംസ്ഥാന ഘടകത്തിൽ അതൃപ്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം പരിഗണിക്കാതെ കേന്ദ്രം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ സംസ്ഥാന നേതാക്കളിലേറെ പേരും അമർഷത്തിലാണ്. തിരുവനന്തപുരത്തെ വിജയസാധ്യത ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര തീരുമാനമെന്നും മണ്ഡലത്തിലെ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മനസ്സിലാക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. നടൻ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനായിരുന്നു BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പദ്ധതി. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സുരേഷ് ഗോപി മത്സരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ആരെയെങ്കിലുമാണ് മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് ശ്രീശാന്തിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. തങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ ശ്രീശാന്തിനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി ശക്തമാണ്. ശ്രീശാന്തിന്റെ താരമൂല്യം മാത്രമാണ് കേന്ദ്രം പരിഗണിച്ചതെന്നും മണ്ഡലത്തിലെ പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മനസ്സിലാക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നുമാണ് സംസ്ഥാന നേതാക്കളിൽ പലരുടെയും അഭിപ്രായം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളായ JR പത്മകുമാർ, VV രാജേഷ്, MS കുമാർ, ജില്ലാ പ്രസിഡന്റ് S സുരേഷ് തുടങ്ങിയവരാരെങ്കിലുമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഉചിതരെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം. ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് അടിച്ചേൽപ്പിച്ചതിനെതിരെ RSS പ്രാദേശിക നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളിലേറെയും ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരായതും എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
CPIM INL ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായി. ധാരണയനുസരിച്ച് INL 3 സീറ്റുകളിൽ മത്സരിക്കും. കോഴിക്കോട് സൗത്ത്, വള്ളിക്കുന്ന്, കാസർഗോഡ് എന്നീ സീറ്റുകളിലാണ് INL ജനവിധി തേടുക. കൂത്തുപറമ്പിനും വേങ്ങരയ്ക്കും പകരമായാണ് വള്ളിക്കുന്നും കോഴിക്കോട് സൗത്തും INLന് വിട്ടു നൽകിയത്. തീരുമാനം തൃപ്തികരമാണെന്ന് INL ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ് പറഞ്ഞു. 3 സീറ്റുകളിൽ തന്നെയാണ് ഇത്തവണയും INL മത്സരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാസർഗോഡ് അസംബ്ലി സീറ്റ്, കോഴിക്കോട് സൗത്ത്, മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് അസംബ്ലി മണ്ഡലം, ഈ 3 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. കഴിഞ്ഞ വർഷം മാത്രം ആത്മഹത്യ ചെയ്തത് 505 കർഷകർ. തൃശൂരിൽ മാത്രം ആത്മഹത്യ ചെയ്തത് 122 കർഷകർ. സംസ്ഥാനത്ത് ഇന്നലെയും രണ്ട് കർഷകർ ആത്മഹത്യ ചെയ്തു. 2011-2016 കാലയളവിൽ 66 കർഷകർ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 500-ലധികം പേർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇടുക്കി പൂപ്പാറയിൽ കർഷകൻ സ്വയം ചിതയൊരുക്കി ജീവനൊടുക്കിയതും തിരുവനന്തപുരം മലയൻകീഴിൽ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നുള്ള കർഷക ആത്മഹത്യയുമാണുണ്ടായത്. 2006-ൽ 224 കർഷകർ ആത്മഹത്യ ചെയ്തുവെങ്കിൽ 2010 ആയപ്പോഴേക്കും കർഷകാത്മഹത്യ ഇല്ലാതാക്കാൻ LDF സർക്കാരിനായി. എന്നാൽ തുടർന്നുള്ള ഓരോ വർഷവും കർഷകാത്മഹത്യ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക നയം മൂലം ഇടത്തരം ദരിദ്ര കർഷകർ കൂടുതൽ കടക്കണയിൽ ആയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2013-2014 കാർഷിക അഭിവൃദ്ധിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ 252 കോടി രൂപയാണ് UDF സർക്കാർ ചെലവഴിക്കാതെ ലാപ്സാക്കിയത്. കൃഷിനാശവും കാർഷിക വിളകളുടെ വിലക്കുറവും കടക്കണിയും കോർപ്പറേറ്റ് വൽക്കരണവും കർഷകരെ ദുരിതത്തിലാക്കുമ്പോൾ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ സർക്കാരോ കൃഷിവകുപ്പോ തയ്യാറാകാത്തത് കർഷക ആത്മഹത്യയ്ക്ക് കാരണമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പ്രകാശ് എസ്റ്റേറ്റിൽ നിന്നും ഭൂമി വാങ്ങി വഞ്ചിതരായ 200-ലേറെ കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാരും വഞ്ചിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലക്കാരനായ തോട്ടമുടമയാണ് പ്ലാന്റേഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഭൂമി വിൽപ്പന നടത്തി കർഷകരെ വഞ്ചിച്ചത്. ഇവർക്ക് ഭൂനികുതി അടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവായെങ്കിലും കർഷകർക്ക് രസീതിന് കടലാസ് വില പോലുമില്ല. എസ്റ്റേറ്റ് ഉടമയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നതെന്ന് വഞ്ചിതരായ കർഷകർ ആരോപിക്കുന്നു. കേരള ഭൂപരിഷ്കരണ നിയമങ്ങളുടെയും പ്ലാന്റേഷൻ ആക്ടിന്റെയും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോട്ടയം ആസ്ഥാനമായുള്ള പ്രകാശ് പ്ലാന്റേഷൻസ് ഉടമസ്ഥതയിലുള്ള കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ റബ്ബർ തോട്ടം തുണ്ടുകളാക്കി 205ഓളം കുടുംബങ്ങൾക്ക് വിറ്റതിനെ തുടർന്നാണ് പ്രതിസന്ധിക്ക് തുടക്കം. ഇങ്ങനെ ഭൂമി വിറ്റതിനെതിരെ ബളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് ഭൂമി വാങ്ങിയ 205 കുടുംബങ്ങളുടെ ഭൂനികുതി സ്വീകരിക്കുന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ തടയുകയായിരുന്നു. പ്ലാന്റേഷൻ നിയമങ്ങൾ സംബന്ധിച്ച് അറിവില്ലാത്ത സാധാരണക്കാരായ കർഷക കുടുംബങ്ങളാണ് ഇതോടെ വഞ്ചിതരായത്. ഇവരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങുന്നതിനോ സാധിക്കാതെയായി. പ്രശ്നപരിഹാരമെന്ന നിലയിൽ വ്യവസ്ഥയോടുകൂടി നികുതി അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടുവെങ്കിലും ഈ നികുതി റെസിപ്റ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ചതിയിൽപ്പെട്ട കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. നികുതി അടച്ച് സർക്കാരിലേക്ക് കുറച്ച് പണം കിട്ടി എന്നുള്ളതല്ലാതെ നികുതി റെസിപ്റ്റ് കൊണ്ടുള്ള യാതൊരു ഉപകാരവും നടക്കില്ല. നിലവിലുള്ള ലോൺ പുതുക്കാനോ പുതിയ ലോൺ ലഭിക്കാനോ ഞങ്ങൾക്ക് ഈ നികുതി റെസിപ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കില്ല. ജില്ലാ കളക്ടർ പറയുന്നത് പ്ലാന്റേഷൻ തരം മാറ്റിയതിന് ഒരു കാരണവശാലും പൊസിഷൻ തരാനാകില്ല എന്നും. പ്രകാശ് പ്ലാന്റേഷൻസിന് പട്ടയം ലഭിച്ച 275 ഏക്കർ ഭൂമിയിൽ നിന്ന് 236 ഏക്കർ ഭൂമി വിറ്റു എന്നാണ് മാനേജ്മെന്റിന്റെ അവകാശവാദം. എന്നാൽ 256.84 ഏക്കർ ഭൂമി വിറ്റതായാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട്. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന 41 ഏക്കർ ഭൂമി പ്രകാശ് പ്ലാന്റേഷൻസിന് പട്ടയം ലഭ്യമാക്കുന്നതിന് അനുകൂല നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി കർഷകർ ആരോപിക്കുന്നു. 41 ഏക്കർ റവന്യൂ ഭൂമി പ്രകാശ് പ്ലാന്റേഷന്റെ മാനേജ്മെന്റിന് തന്നെ അനുകൂലമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷൻ മുറിച്ചു വിറ്റതിന്റെ പേരിൽ അവർക്ക് 1 സെന്റ് സ്ഥലത്തിന് പോലും അവകാശമില്ലെന്നാണ് ഞങ്ങൾ വാദിച്ചിരിക്കുന്നത്. ഭൂമി വാങ്ങി വഞ്ചിതരായ കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CRPF കമാൻഡന്റ് സഞ്ജയ് ശർമ്മ ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് എത്തിച്ച മൃതദേഹം എംബാം ചെയ്യുകയോ പൂർണ്ണമായ രീതിയിൽ മൃതദേഹത്തിൽ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉത്തരവ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CRPF കമാൻഡന്റ് സഞ്ജയ് ശർമ്മ ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഹരിപ്പാടെത്തിച്ച മൃതദേഹം എംബാം ചെയ്യുകയോ പൂർണ്ണമായ രീതിയിൽ മൃതദേഹത്തിൽ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല.
ഈ സാഹചര്യത്തിലാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്ര റിപ്പോർട്ട് കളക്ടർ ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. നേരത്തെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് ബന്ധുക്കൾ ഏറ്റെടുത്തു. മരണപ്പെട്ട ജവാൻ അനിൽ പഠിച്ചിരുന്ന സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ആത്മസമർപ്പണത്തിന്റെ 50 ദിവസത്തെ നോമ്പുകാലത്തിനു കൂടിയാണ് ഇന്ന് വിരാമമാകുന്നത്. യേശുദേവന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഠാനുഭവത്തെ തുടർന്ന് കുരിശേറിയ യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മദിനമാണ് ഈസ്റ്റർ. ലോക മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശു തിരുമുറിവുകൾ ഏറ്റുവാങ്ങി നിത്യജീവനിലേക്കുള്ള വഴി അവർക്ക് തുറന്നുകൊടുത്തത്. ആ വിശ്വാസം പുതുക്കുന്നതിനായിട്ടാണ് ക്രൈസ്തവർ ഈസ്റ്ററും അതിനു മുന്നോടിയായുള്ള 50 നോമ്പ് ആചരണവും വിശുദ്ധവാരവുമൊക്കെ വർഷം തോറും ആചരിക്കുന്നത്. നീണ്ട നാളത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ അവസാനത്തിൽ വിശ്വാസികൾക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നുകൊടുത്തുകൊണ്ടാണ് ഓരോ ഈസ്റ്റർ ദിനവും സമാഗതമാകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ഈ ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആത്മീയാവേശത്തോടെ ആഘോഷിക്കുന്നു. ലോകം ഉയർപ്പാഘോഷിക്കുമ്പോൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകും. സംസ്ഥാനത്തും ഭക്തിനിർഭരമായാണ് വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഉത്തരവായിട്ട് ചൊല്ലുന്നു. പെസഹ തിരുത്തെളിക്കൽ, കുർബാന നവീകരണമടക്കം 4 ഘട്ടങ്ങളായാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുത്തത്. മലീമസമായ ജീവിതത്തെ മുഴുവൻ മറന്ന് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുദേവനെ മനസ്സിൽ ധ്യാനിച്ച് പുതിയ മനുഷ്യരാകാനാണ് ഓരോ ഈസ്റ്റർ ദിനവും പറയുന്നത്. ന്യൂസ് ഡെസ്ക്. മാനവികതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും മഹത്തായ സന്ദേശമുയർത്തി കൊച്ചിയിൽ നടന്ന ഉയിർപ്പ് പ്രാതൽ മാതൃകയായി. ഈസ്റ്റർ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രത്യാശയുടെ ഘോഷം എന്ന് പേരിട്ട പരിപാടി നടന്നത്. വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി ജനങ്ങൾ ഉയിർപ്പ് പ്രാതലിന് ഭാഗവാക്കായി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കടൽ തീരത്ത് വന്ന വലയിട്ട് തിരിച്ചു വരുന്ന ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ വന്ന പ്രാതൽ കഴിക്കുവിൻ. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. ഉയിർപ്പ് നാളിലെ പ്രാതലിന് പ്രത്യാശയും പ്രാർത്ഥനയും എന്നർത്ഥമുണ്ട്. കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉയിർപ്പ് പ്രാതലിന് ഭാഗവാക്കാകാൻ എത്തിയവർക്ക് ചന്ദനക്കുറിയുടെയോ നിസ്കാര തഴപ്പിന്റെയോ കുരിശുമാലയുടെയോ വ്യത്യാസങ്ങളില്ലായിരുന്നു. ഫാദർ റോബിൻ കണ്ണഞ്ചിറ: ഇതേ ഊർജ്ജസ്വലതയോടുകൂടി തന്നെയാണ് നമ്മൾ മുസ്ലിം സുഹൃത്തുക്കളുടെ നോമ്പുതുറയും അതുപോലെ തന്നെ രാമായണ മാസവും ദീപാവലിയും ഓണവും എല്ലാം ഇവിടെ ആഘോഷിക്കുന്നത്. എല്ലാ മതക്കാരും ഒരുമിച്ചാണ് ഈ ഒരു വിരുന്നിന് ഇവിടെ എത്തുക. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വ്യക്തമായ വിശ്വാസബോധ്യങ്ങളോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു വിശ്വാസിയെ ആദരിക്കുവാനല്ലാതെ അവനെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിക്കുവാനോ എതിർക്കുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ചൈതന്യം. MK സാനു മാസ്റ്റർ, മന്ത്രി K ബാബു, ഹൈബീഡൻ MLA, ജസ്റ്റിസ് CN രാമചന്ദ്രൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, KL മോഹനവർമ്മ, സെബാസ്റ്റ്യൻ പോൾ, MM ലോറൻസ്, ജോൺ പോൾ, മേജർ രവി, കൈലാഷ് തുടങ്ങി നിരവധി പ്രമുഖർ ഉയിർപ്പ് പ്രാതലിന് ഭാഗവാക്കാകാനെത്തി. ഈസ്റ്റർ മുട്ടകൾ പൊട്ടിച്ചും മധുരം വിളമ്പിയും ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ മണ്ണും വെള്ളവും മഹത്തായ സംസ്കൃതിയും നശിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പ് സമ്പന്നമായ ആ വേദി പങ്കുവയ്ക്കുകയും ചെയ്തു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. UDF മന്ത്രിമാർക്കെതിരെ സംസ്ഥാനത്ത് 139 കേസുകൾ. മുഖ്യമന്ത്രിക്കെതിരെ മാത്രം 32 കേസുകളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത്. മന്ത്രിമാർക്കെതിരെ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്ത മന്ത്രിസഭ നേരത്തെ ഉണ്ടായിട്ടില്ല. സംസ്ഥാന ലോകായുക്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് 31 കേസുകളാണ്. 14 കേസുകളുമായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2ാം സ്ഥാനത്തുണ്ട്. മന്ത്രി PK അബ്ദുൾ റബ്ബിന്റെ പേരിലുള്ളത് 11 കേസുകൾ. മന്ത്രിസഭ അധികാരമേറ്റതു മുതൽ 2016 ഫെബ്രുവരി വരെയുള്ള കണക്കാണിത്. ചില കേസുകളിൽ ഒന്നിലധികം മന്ത്രിമാർ എതിർകക്ഷികളാകാറുണ്ട്.
മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിൽ 19 മന്ത്രിമാർക്കെതിരെ 139 കേസാണ് ലോകായുക്ത എടുത്തതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വൻ വിവാദം സൃഷ്ടിച്ച പാറ്റൂർ കളമശ്ശേരി ഭൂമി തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ കേസുള്ളത്. മറ്റു മന്ത്രിമാർക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം ഇപ്രകാരമാണ്. മന്ത്രി KP മോഹനന് 5 കേസുകളുണ്ട്. അടൂർ പ്രകാശ് 8, മഞ്ഞളാംകുഴി അലി 8, ആര്യാടൻ മുഹമ്മദ് 1, CN ബാലകൃഷ്ണൻ 6 കേസുകൾ, PJ ജോസഫ് 6 കേസുകൾ, VS ശിവകുമാർ 10, VK ഇബ്രാഹിം കുഞ്ഞ് 8, KC ജോസഫ് 2, KM മാണി 8, അനൂപ് ജേക്കബ് 2, PK കുഞ്ഞാലിക്കുട്ടി 2, രമേശ് ചെന്നിത്തല 9, MK മുനീർ 3, K ബാബു 6 കേസുകൾ, ഷിബു ബേബി ജോൺ 1 കേസ് എന്നിങ്ങനെയാണ് കണക്കുകൾ. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കക്ഷിയായുള്ള പരാതികളുടെ പ്രത്യേക രജിസ്റ്റർ കാര്യാലയത്തിൽ സൂക്ഷിക്കുന്നില്ലെന്നും ഫയലിംഗ് രജിസ്റ്റർ പരിശോധിച്ചതിൽ നിന്ന് രജിസ്റ്റർ ചെയ്തതായി കണ്ട പരാതികളുടെ എണ്ണമാണ് നൽകിയിരിക്കുന്നതെന്നും ലോകായുക്ത പറയുന്നു. 2016 ഫെബ്രുവരി 20 വരെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ 51 പരാതികളിലാണ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. IAS, IPS ഉദ്യോഗസ്ഥർ കക്ഷികളായി വരുന്ന പരാതികൾക്ക് പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.